ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്താ പറയാ മോളെ, ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് കുറെ അതിഥികളെ നമ്മൾ കൊണ്ടുവരാൻ പോവാ. യെസ്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാണ്ട് വാങ്ങാൻ പോവാനുണ്ട്. ഇതപ്പ ഇറങ്ങാണ് നമ്മൾ. അപ്പൊ നിങ്ങളും കൂടെ വാ അല്ലേ? ഓക്കെ വാ. രാവിലെ എന്തായിരുന്നു മഴ അല്ലേ മറിയ അല്ലേ? നല്ല കാറ്റും നല്ല മഴയും പക്ക കുറഞ്ഞിട്ടോ. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ബാക്കിലാണ് നിർത്തിയിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ നഴ്സറി എത്തിയിരിക്കുകയാണ്. വാ, ആദ്യം നമുക്ക് കുറച്ച് പ്ലാന്റ്സ് വാങ്ങാം അല്ലേ? അതിന്റെ പോട്ട്സ് നമ്മുടെ ബാൽക്കണിയിലേക്ക് നമുക്ക് അല്ലേ? ഏത് ടൈപ്പാ വേണ്ടേ? കുറച്ച് വലിയ ടൈപ്പ്. വലിയ ടൈപ്പ്. ഓക്കെ. ഇതേ ടൈപ്പ് നമുക്ക് സോഫന്റെ അവിടെ ഇൻഡോർ വെച്ചൂടെ? സോഫന്റെ കോർണർ ഇതല്ലേ? എങ്ങനെയുണ്ട്? രസം ഉണ്ടാവും. ഞാൻ ഇങ്ങനത്തെ ഒരു വലിപ്പമുള്ളതാ വിചാരിച്ച്. പക്ഷെ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഇത് മറ്റേ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ? നമുക്ക് ബാൽക്കണിയിലേക്ക് ഇങ്ങനെ തൂങ്ങുന്ന ടൈപ്പ് ആക്കിയാലോ അറിയാ? തൂങ്ങുന്ന ടൈപ്പ് അല്ലേ? രസം ഉണ്ടാവില്ലേ? ഏതൊക്കെയാ രസം ഉണ്ടാവാ ഫില്ലായിട്ട്? ഏതിലാ? ഇതിലല്ലേ? ഇത് കൊള്ളാം മറിയ, ഇത് കൊള്ളാട്ടോ. അതിന്റെ അപ്പുറത്ത് നോക്കാതാ. യെസ്. ഇതൊക്കെ എത്ര വരുന്നത്? 150. ഇത് കൊള്ളാട്ടോ. വരുന്നുണ്ടല്ലേ? അത് എടുത്തിട്ടുണ്ട്. ഇനി ആ പൂവുണ്ടാവുന്ന ടൈപ്പ് ഇതെടുക്കുന്നില്ല. മിക്സ് ചെയ്യണ രസം ഉണ്ടാവോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വേറെ വേറെ കൊടുത്ത രസം ഉണ്ടാവും? ലൈറ്റ് ഉണ്ട്. സൺലൈറ്റ് നല്ലോണം ഉണ്ട് ആണല്ലേ? ഫ്ലവറുള്ള ടൈപ്പ് ആണല്ലേ? ഇപ്പം മൊത്തം 10 ഫീറ്റാണ് നമുക്ക് അവിടെ വീതി ഉള്ളത്. അപ്പൊ അവിടത്തേക്ക് നമുക്ക് 5 പോട്ട് തൂക്കാം. ഇനി ഒന്നും കൂടി ഉണ്ടല്ലേ? ഇത് കൂട്ടത്തിലേക്കും രസം ഉണ്ടാവും. കേട്ടോ, അല്ലെങ്കിൽ ആ കാട് പിടിച്ചെടുക്കുന്ന സാധനം ഇതിലേക്ക് രസം ഉണ്ടാവോ? ആ കൂട്ടത്തിലേക്ക് ഇതായിരിക്കും രസം ഉണ്ടാവുക. ഇനി കൈവരിയിലേക്കുള്ള ബ്ലാക്ക് അല്ല നല്ലത്, അല്ലെങ്കിൽ വൈറ്റ് ഉണ്ടോ? തീർന്നിട്ടാണോ? ഇപ്പോഴാണ് നമ്മള് സെറ്റ് ചെയ്യണല്ലേ? അതെ. കോക്ടെയിലിന് വാങ്ങാൻ വന്നതാ. കോക്ടെയിലില്ല. എടാ, ദാമുനെ കണ്ടിട്ട് ഇവൾക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. ദാമു ശരിക്ക് നമ്മളതായിരുന്നു അല്ലേ? പക്ഷെ ഇവളെ വീട്ടില് കയറ്റിയില്ല, അതാ പ്രശ്നം. പിന്നെന്താ ചെയ്യാ? ഇല്ലല്ലേ ഇവിടെ? കോക്ടെയിൽ പിന്നെ മേടിക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫൈറ്ററിനെ ഞാൻ കണ്ടു. ഞാൻ നാളെ മേടിച്ചതാ പറഞ്ഞിരുന്നില്ല നിങ്ങക്ക്? ഇവര് ഒന്നിച്ചിടാൻ പറ്റുമല്ലോ, ഒറ്റക്കൊറ്റക്ക് അല്ലേ? സിഗ്മയാണല്ലേ അവര്? ഏതാ എനിക്ക് ഇഷ്ടമായെന്ന് പറയാ? നമുക്ക് ടേബിളിലേക്ക് വെക്കാം. റെഡാ? ഇതിന് റെഡും ഉണ്ട് ബ്ലൂവും ഉണ്ട് കേട്ടോ കളർ. ഇതെന്താ ഇതിലിട്ടേക്കുന്നത്? മറ്റേന്ന് തിന്നൂലേ? ഏതാ വേണ്ട പറയാ? ഇതിലേത് റെഡാ? ഈ റെഡോ ഈ റെഡോ? എത്ര ദിവസം കൂടുമ്പോഴോ വെള്ളം മാറ്റി കൊടുക്കേണ്ടി? ഏതാ പറയാ? രണ്ട് ഫൈറ്റർ വാങ്ങും. ഒന്ന് ബ്ലൂ. ബ്രോ, ബ്ലൂവില് നല്ല അടിപൊളി എനർജറ്റിക് ആൻഡ് ഫൈറ്റിംഗ് മൂഡുള്ള ഫൈറ്റർ. ഇതാണ് എന്റെ ഫൈറ്റർ. ബ്ലൂ ഒക്കെ പാവങ്ങളാണല്ലേ? ഇങ്ങനെ പെടച്ച് കളിക്കുന്നത്. അത് ഇട്ട പാടായിട്ടാ. ഇത് കൊള്ളാല്ലേ? അതിന് വേറൊരു കളറും കൂടി ഉണ്ട്. അതെ, കുറച്ച് റെഡും ഉണ്ട്. അപ്പൊ ഇവൻ പൊളി. പക്ഷെ ഇവന്റെ ടെയില് കുറച്ച് കട്ടായിട്ടുണ്ട്. അപ്പൊ ഇവന് റെഡും ബ്ലൂവും കൂടെ ഉള്ളത്. അവനും ഉണ്ടല്ലേ? എന്താ നീ പറഞ്ഞേ? നിന്നോട് ദേഷ്യം വരുമ്പോ ഞാൻ എന്റെ ഫൈറ്ററിനെ നിന്നെ കൊണ്ട് കടിപ്പിക്കും. നോക്കാം, നമുക്ക് ബൗളിൽ ഇട്ടിട്ട് നോക്കാം. അവിടെ വെച്ച് നോക്കിയിട്ട് ഏത് ഫൈറ്റർ രസമുള്ള നോക്കാം. വേറൊരു വെറൈറ്റി സാധനത്തിനെ കണ്ടിട്ടോ, ലോബ്സ്റ്റർ. അതിന്റെ പേരേതാണ് ബ്രോ? അത് 2 എണ്ണത്തിന് ഇടുന്നുള്ളൂ അല്ലേ? ആ വൈറ്റും ബ്ലാക്കും പിന്നെ റെഡും. റെഡ് പിന്നെ നിന്റെ കളറാണല്ലോ. എനിക്ക് ഏത് റെഡിനാ വേണ്ടത് ഇതില്?
അവനൊന്ന്, അടുത്തവൻ അവന്. അത് ഞാന്, അതിൻ്റെത് കേട്ടോ മറിയ. അപ്പൊ നമ്മൾ ചെറുതായിട്ട് പ്ലാൻ ഒന്ന് ചേഞ്ച് ആക്കി, ഫൈറ്ററിനെ മാറ്റിയിട്ട് നമ്മൾ ഇതാ ലോബ്സ്റ്റർ ആക്കി. ഇതാവുമ്പോ വലുതായി കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ചടിക്കാലോ അല്ലേ? എന്താടാ അത് നമ്മുടെ പെറ്റല്ലേ. ഓ, എന്റെ വീട്ടില് കോഴിട്ട മുട്ട അല്ലെങ്കിൽ കോഴിനൊന്നും ഇതാക്കണില്ല കിട്ടിയില്ല ഇതുവരെ. എന്റെ പെറ്റിനെ ഞാൻ തിന്നില്ല. ആണല്ലേ? അപ്പൊ അതാ 2 ലോബ്സ്റ്റർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഈ ലോബ്സ്റ്ററിനെ നമ്മള് വലുതാക്കി ഫ്രൈ ആക്കാം. അത് പറയണ്ട. ഇതില് ഇതാണ് എന്റേത് കേട്ടോ, ഇത് മറിയുൻ്റെതും. ഇതിനെന്താ തിന്നാൻ കൊടുക്കട്ടോ? ക്യാരറ്റോ? ഓ, അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഫിഷ് ഫുഡിന്റെ ആവശ്യമില്ല, വീട്ടിലുള്ള ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ചെടികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അതാ ഇതൊക്കെ തൂക്കാനുള്ളത്. ഇത് അല്ലാത്തത് എവിടെ ഡിക്കിയിൽ കയറ്റാൻ പറ്റൂല. എടി അത് കുടുങ്ങി പോവല്ലോ മറിയാ, കുടുങ്ങി പോവല്ലോ അത്. ഇല്ല, അതിന് ഒരു ചരിവുണ്ട്. ഈ ബാക്കിൽ ഇരുന്നാ മതി ട്ടാ. എന്തായി സെറ്റല്ലേ? പോവാ. വെയിറ്റ്, എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. ഫുൾ സെറ്റ് അല്ലേ സാധനമൊക്കെ? പോലത്തെ സാധനം ഇവിടെ കളഞ്ഞു തന്നിട്ട്. ഓക്കെ, ഇവിടെ മൊത്തം സാധനങ്ങളായി. ലോബ്സ്റ്ററിന്റെ ഒക്കെ ഇടയിൽ ഇരുന്ന് എന്റെ ജീവിതം എനിക്ക് പേടിയാവുന്നു. പെട്ടെന്ന് വീട്ടിലെത്ത. കടിക്കോ മറിയാ? അത് ബാക്കിൽ നിന്ന് പൊട്ടിച്ചിട്ട് വരും കേട്ടോ. ഞാൻ എന്റെ കയ്യിൽ വെക്കട്ടെ നോട്ടെ. ഈ ഇളക്കണ്ട വീണ്ടും തല്ലൂടുവര്. കണ്ട, ഞാനും നീയും തല്ലൂടുണ്ടല്ലോ. ഈ തൂക്കാനുള്ളത് ഇത് നല്ല രസമുണ്ടല്ലേ. ഇതിന് കൊറേ ഇതുണ്ട്. അത് നല്ല വള്ളികൾ അങ്ങനെ പെട്ടെന്ന് ആക്കല്ലേ, പൊട്ടിപ്പോ. ഓക്കെ, സാഹസികതയാണല്ലോ. താഴോട്ട് നോക്കണ്ട, മുകളിലോട്ട് നോക്കിട്ട് ഇട്ടിട്ട് ഇറങ്ങിക്കും. എങ്ങനെയുണ്ട്? രസമുണ്ടോ? കൊള്ളാം. അല്ല, ഇത് സൈഡിലേക്ക് ആക്കണം. ഈ സെന്ററിൽ തന്നെ വ്യൂ കട്ടാവണേ. അതെ, അത് നല്ലൊരു തീരുമാനമാണ്. ഇവിടെ വെക്കണോ? ആ, സൈഡിൽ വെച്ചു. അടുത്തതോ ഞാൻ തന്നെ എടുത്തു തരണോ? അല്ലല്ല, ഓൾ എടുത്തു തന്നാലും മതി. കോപ്പിറൈറ്റ് ഇട്ടോടാ. അതാണ് അല്ല, അത് കുറച്ച് വെള്ളം മതി. പക്ഷെ ഇതിന് നല്ല വെളിച്ചം കിട്ടും. കുറച്ചുകൂടി നമ്മള് കയറ് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ ഇതിൽ കിടക്കണം. തൽക്കാലം അവിടെ തൂക്കാം. അതെ, ഒന്നുകൂടി സത്യത്തിൽ ഒന്നും ഇതാവൂല. പക്ഷെ എന്നാലും ഞമ്മക്ക് ഹൈറ്റ് പേടിയുള്ള ആൾക്കാർക്ക് ഒരു ഇത് ഉണ്ടാവുമല്ലോ. ഇവിടെ ഒരു സാധനം ഉണ്ട്, സൺഷെയ്ഡ് പോലെ. ഓ, പൊളി. എങ്ങനെയുണ്ട്? അവിടുത്തെ ഒക്കെ പൊട്ടിപ്പോയിട്ടാ. അതിലും കൂടി ഇടാനുള്ള സാധനം നമ്മളടുത്ത് ഉണ്ടായിരുന്നു ഓൾറെഡി. ഇത് നമ്മൾ കുറച്ചുകൂടി താത്തിയാലേ രസം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വളരെ താഴേക്ക് വരൂലേ? ഇത് ഇതുപോലെ ഇങ്ങനെ വളർന്നു വരും. അപ്പൊ അതിനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. പക്ഷെ സൂര്യപ്രകാശം കിട്ടുമെന്നുള്ളതാണ് ഒരു സംശയം. ഡൗട്ട്. അതാണ് പറഞ്ഞത്, കുറച്ച് ഇറക്കി കൊടുത്താല് കുഴപ്പമുണ്ടാവില്ല. ഇത്ര ഹൈറ്റ് മുകളിലേക്കൊക്കെ ഉണ്ടാ. പിന്നെ ഇതാ ഇത് 2 ഇരി മുകളിൽ. ഇതെന്താ ഇപ്പൊ തന്നെ വാടിയോ? നേരെ കുത്തെടുത്ത് നിർത്തിയുണ്ട്. അപ്പൊ അങ്ങനെ തൽക്കാലം അല്ലേ ഒരു വൈബായി. നോക്കി, ഇതിവിടെ മൂല വെക്കണം, അവിടെ മൂല കൊണ്ടുവെക്കണോ? തൽക്കാലം ഇപ്പൊ അവിടെ ഞാൻ പുറത്തേക്ക് അവിടെ വെച്ച് ആര് കാണാനാ? നമ്മുടെ ലോബ്സ്റ്റേഴ്സിനെ ഇതില് റെഡ് മറിയുണ്ടത്, മറ്റേത് എന്റത്. മറ്റേതാണ് അക്രമകാരി. ആണല്ലേ? അതാണ്. പിന്നെ റോഷൻ സുമ്മാവാ ചാടുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫുഡുകൾ മൂപ്പര് പറഞ്ഞ ക്യാരറ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ട് നിങ്ങൾ കമന്റിൽ പറഞ്ഞിട്ടുണ്ടോ? ഇതിനെ വളർത്തുന്ന ആൾക്കാർ, ഇതിനെ പറ്റിയ ധാരണ ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടത്തേക്ക് കുറച്ചുകൂടി സെറ്റ് ചെയ്യണം. നമ്മൾ നോക്കി നോക്കിയതാ ശരിക്കും. നമുക്ക് ഇതിനെപ്പറ്റി പ്ലാന്റിനെ പറ്റിയിട്ടൊന്നും ഒരു ഐഡിയ ഇല്ല അല്ലേ? രസമുണ്ട്. അത് കുറച്ചുകൂടി താത്തി നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് വിഷം കിട്ടും. താഴോട്ട് വളരും. നീ ഒന്ന് സമയം കൊടുക്ക്, വരൂ. ഇതിന് 2 നിങ്ങളൊരു പേരിട്ടെ. ഇന്ത്യനും അറിയത്തില്ലോ. അല്ല, അത് ഓന് പറഞ്ഞ് കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ തന്നെ ഇടാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ പറയണ്ടെങ്കിൽ പറയട്ടോ. അല്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പറയട്ടോ അല്ലേ? അതും ഇങ്ങനെ മറിയൊന്നും വെച്ചേ. അങ്ങനെ പതി ഓരെ കൊണ്ടുവന്ന അതേ വെള്ളത്തിൽ നമ്മൾ ഇട്ടിട്ടുള്ളത്. അത് അതിൽ നിന്നാ മതി എന്നാ പറഞ്ഞു.
പിന്നെ ഇവര് തമ്മിൽ നല്ല ഫൈറ്റാന്നൊക്കെ പറഞ്ഞ് എന്താ അറിയില്ല, ഒന്നിച്ച് ഇങ്ങനെ ഇടാൻ പറ്റണോ അല്ലെങ്കിൽ രണ്ടെണ്ണത്തിലാക്കി ഇടണോ എന്നുള്ളത് ഓൻ പറഞ്ഞില്ലേ നമ്മളോട്, ഒന്നിട്ടാ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഓർക്കൊന്ന് കൈ വീശി നടക്കാൻ പറ്റണില്ലല്ലോ അല്ലേ, അതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. എടാ ഇങ്ങക്ക് രണ്ടാക്കും എന്തെങ്കിലും ഒരു ബോറടിയോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കോഴി ഇവിടെ ഉണ്ട്, മുട്ടിട്ടിരിക്കുന്നുണ്ട്, ഇവരോട് എന്തെങ്കിലും സംസാരിച്ചോണ്ടിട്ടോ. നിങ്ങൾ തമ്മിൽ തെറ്റിയിട്ട് വലിയ പ്രശ്നമാവാൻ നിൽക്കരുത്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇവരോട് ചോദിക്കാം. ഓക്കെ, മുന്നിൽ നിന്ന് എന്താ വർത്താനം പറഞ്ഞു ഇങ്ങനെ ആക്കുന്നുണ്ട്, മറിയത്തിന്റെ അത് അവിടെ കിടക്കുന്നുണ്ട്, ഉറങ്ങാണ്. ഇതാ ഇന്റത് ഇതാക്കണോക്ക്, ഇതാ അടി കൂടെ എന്തൊക്കെ എടുത്ത് ഇങ്ങനെ 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 ആക്കുന്നുണ്ട്. ഏത് ഇന്റതാണ്, പക്ഷെ കാണാനും മൊഞ്ചിൻ്റെതാ അല്ലേ, കാണാൻ മൊഞ്ചിന്റെ അല്ലേ. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതാ മറ്റേ പ്ലാന്റ് ഇവിടെ വെച്ചിട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ചുകൂടി പ്ലാന്റുകൾ വാങ്ങാനുണ്ട്. അപ്പം നമുക്ക് ഐഡിയ ഇപ്പം മനസ്സിലായി. അപ്പൊ ഇനി കുറച്ചുകൂടി സെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ ആക്ച്വലി അവിടെ നിന്നിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്ത രസം ഉണ്ടാവും, അത് സെറ്റ് ചെയ്ത രസം ഉണ്ടാവും. അവസാനം മറിയം പറഞ്ഞ് ഇത്ര തൽക്കാലം മേടിച്ച് ഇനി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ഇതാക്കാന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. കാരണം അത് ഈ നമ്മുടെ കോപ്പിറൈറ്റ് ഒരു മ്യൂസിക് ഞാൻ ഇട്ടത് കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വീഡിയോ അത്ര സജഷൻ ഒന്നും പോയില്ല. പക്ഷെ കിടിലൻ വീഡിയോ ആണ്. ഞാൻ ഇവളായതും ഇവള് ഞാനായതും അല്ലേ, ചിരിച്ച് ചാവും. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.